ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് സെൻറ്റൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഡെയിലി അതായത് പതിവായി ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇന്നത് ചെയ്യാറുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണങ്ങൾ പാകം ചെയ്യാറുണ്ട്. ഞാൻ കിടക്കുന്നതിന് മുമ്പ് ജ്യൂസ് കുടിക്കാറുണ്ട്. ഇങ്ങനെ നമ്മളൊരു ശീലങ്ങളുണ്ടല്ലോ, ഇത് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കി ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിലോ, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാറുണ്ട്. ഇത് നമ്മളൊരു ശീലമാണ്. വെള്ളം കുടിക്കാറുണ്ട്. ഇത് പറയണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ഇത് എൻ്റെ ഒരു ശീലമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് ഈറ്റ് എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ബിഫോർ ഐ ഈറ്റ് എന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ. എന്നാൽ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഒരു ശീലം, വെള്ളം കുടിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വെള്ളം കുടിക്കാറുണ്ട് എന്നുള്ളത് ലാസ്റ്റ് നമുക്കത് ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഐ ഡ്രിങ്ക് അല്ലേ, ഞാൻ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് വാട്ടർ. വെള്ളം കുടിക്കാറുണ്ട് എന്നാണ്. അപ്പം ഐ ഡ്രിങ്ക് വാട്ടർ. ഇനിയാണ് നമ്മൾ പറയേണ്ടത് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ബിഫോർ, മുമ്പ് എന്നുള്ളതിന് ബിഫോർ എന്താണ്? ഐ ഈറ്റ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാറുണ്ട്. ഇത് നമ്മളെ ഒരു ശീലമാണ്. അപ്പം ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് നേരിട്ട് നമുക്ക് അവിടെ വെർബിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഈ സെൻറ്റൻസുകളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. നെക്സ്റ്റ് നോക്കൂ. ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ഒരു ശീലമാണ്. അതായത് എൻ്റെ ഒരു ശീലമാണെന്ന് പറയാം, അല്ലേ? ഞാൻ എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെ പറയാം? ഐ കുക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഐ കുക്ക് ഫുഡ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ബിഫോർ, അല്ലേ? ബിഫോർ, മുമ്പ് എന്ന് പറയാൻ വേണ്ടി ബിഫോർ എന്തിനു മുമ്പ്? ഗോയിങ് ടു ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ക്ലിയർ? നെക്സ്റ്റ്, ഞാൻ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പല ശീലങ്ങളുണ്ടാവും. കിടക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടാകും, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാറുണ്ടാകും, അല്ലെങ്കിൽ പാല് കുടിക്കാറുണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ കിടക്കുന്നതിന് മുമ്പ് ജ്യൂസ് കുടിക്കാറുണ്ട്. നമ്മുടെ ഒരു ശീലമാണല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും? കുടിക്കാറുണ്ട്. അപ്പോൾ ഐ ഡ്രിങ്ക്, ഞാനാണല്ലോ, കിടക്കുന്നതിന് മുമ്പ് ജ്യൂസ് കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ജ്യൂസ് ബിഫോർ, എപ്പോഴാണ്? ബെഡ്, അല്ലേ? ഐ കുടിക്കുക, ഡ്രിങ്ക്. ഐ ഡ്രിങ്ക് ജ്യൂസ്. ഞാൻ ജ്യൂസ് കുടിക്കാറുണ്ട്. ബിഫോർ, കിടക്കുക എന്നുള്ളതിന് നമുക്ക് എന്താ പറയാ? ബെഡ് എന്ന് പറയാം, അല്ലെ? ബിഫോർ ബെഡ്. അപ്പം ഞാൻ കിടക്കുന്നതിന് മുമ്പ് ജ്യൂസ് കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ജ്യൂസ് ബിഫോർ ബെഡ്. അപ്പൊ ഈ നമ്മുടെ ശീലങ്ങൾ മനസ്സിലായല്ലോ. അതായത് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു ശീലമാണ്. ഇനി നമ്മുടെ സബ്ജക്റ്റ് മാറി വരുമ്പം എങ്ങനെയാണെന്ന് നോക്കാട്ടോ. അവൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട്. ഇവിടെ സബ്ജക്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. അവൾ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും? നേരത്തെ ഞാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ, എൻ്റെ ശീലം നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ വെർബിന് ഒരു മാറ്റം വരില്ല. എന്നാൽ അവൾ എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് മാറിപ്പോയി. അവൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട് എന്നെങ്ങനെയാ പറയാ? ഇവിടെ അവൾ വിളിക്കാറുണ്ട് എന്നാണല്ലേ. ഇവിടെ സബ്ജക്റ്റ് അവൾ ആയത് കൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഷീ കോൾസ് എന്ന് പറയാം.
ക്ലാസ്സിലുള്ള ആ ഒരു ഡു ഡസിൻ്റെ വീഡിയോസ് കണ്ടവർക്ക് ഇതിലൊരു ഡൗട്ടും വരില്ല. ഇനി അത് കാണണമെങ്കിൽ ഞാൻ ലിങ്ക് എപ്പോഴും ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാട്ടോ ഡൂം ഡസും. അപ്പോൾ ഷീ കോൾസ്, ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വെർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഷീ കോൾസ്, അവൾ വിളിക്കാറുണ്ട്. എപ്പോ? ബിഫോർ ഷീ, അപ്പോൾ എന്താണ്, അവൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ ഷീ കോൾസ് മീ എന്നുണ്ട് ഇവിടെ. ഷീ കോൾസ് മീ. ഷീ, അപ്പോൾ അവൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ ഷീ കോൾസ് മീ ബിഫോർ ഷീ ഗോസ് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുണ്ട്. ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് നോക്കൂ, അനു എന്നാണ്. അനു ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്താറുണ്ട്. അനു ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്താറുണ്ട്. ഇത് അനുവിൻ്റെ ഒരു ശീലമാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ നമ്മൾ എന്താ പറയാ? അനു ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്താറുണ്ട് എന്നാണ്. എത്തുക എന്നുള്ളതിന് റീച്ച് ആണ് അല്ലേ? അപ്പം റീച്ചിന്റെ കൂടെ ഒരു എസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. റീച്ചേഴ്സ് സ്കൂൾ. എവിടെയൊക്കെ എത്തുന്നത്? സ്കൂളാണ്. അപ്പം റീച്ചേഴ്സ് സ്കൂൾ ബിഫോർ എന്തിനു മുമ്പാണ് അനു എത്താറുള്ളത്? ബെല്ലടിക്കുന്നതിന് മുമ്പാണ്. അപ്പം ദ ബെൽ ബിഫോർ ദ ബെൽ റിങ്സ് അല്ലെ? ബെല്ലടിക്കുന്നതിന് മുമ്പ് അനു സ്കൂളിലെത്താറുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തത് ഒരു എസ് വെർബിന്റെ കൂടെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ്. മീര ഉറങ്ങുന്നതിന് മുമ്പ് ജ്യൂസ് കുടിക്കാറില്ല അല്ലേ? കുടിക്കാറില്ല, ആ ഒരു പതിവില്ല. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം എന്നറിയോ? ഈ നെഗറ്റീവ് ആയതുകൊണ്ട് മീര എന്ന സബ്ജക്റ്റ് ആണല്ലോ. മീര ഡസ് അല്ലേ? ഡസ്. അപ്പൊ ഇവിടെ കുടിക്കാറില്ല, ആ ഒരു പതിവില്ല. ഈ ഡസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഡസിനെ നമ്മളവിടെ മാറ്റി നിർത്തിയേക്കാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്ന സമയത്ത് നമുക്ക് ആ ഡസ് അവിടെ നിർബന്ധമായിട്ടും വേണം. സോ മീര ഡസ് നോട്ടിനെ നമുക്ക് നോട്ടാക്കി എഴുതുമ്പോൾ ഡസിൻ്റെ എന്ന് വരും. അതുകൊണ്ടാണ് അവിടെ നമ്മളൊരു എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ ഡസിന്റെ ആവശ്യം വരുന്നില്ല, വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ ഡസിന്റെ കൂടെ, നെഗറ്റീവ് ആണെങ്കിൽ ഡസിന്റെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വെർബ് യൂസ് ചെയ്യുക. ഇവിടെ എന്താണ് വെർബ്? കുടിക്കാറില്ല എന്നാണ് അല്ലേ? അപ്പോൾ ആ വെർബ് എന്താണ്? ഡ്രിങ്ക് ആണ്. അപ്പോൾ ഡ്രിങ്ക്. മീര ഡസിന്റ് ഡ്രിങ്ക്. മീര കുടിക്കാറില്ല. ബിഫോർ ഉറങ്ങുന്നതിന് മുമ്പാണല്ലോ. അപ്പോൾ മീര ഡസിന്റ് ഡ്രിങ്ക് ജ്യൂസ് ബിഫോർ സ്ലീപ്പിംഗ്. ഉറങ്ങുന്നതിന് മുമ്പ് മീര ജ്യൂസ് കുടിക്കാറില്ല. നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ വെർബിന്റെ കൂടെ എന്തുകൊണ്ടാണ് എസ് യൂസ് ചെയ്തത് എന്നും ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു സെന്റൻസ് ഇത് നമ്മൾ ചെയ്യാറേ ഇല്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല, ഒരു പതിവില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഡസിൻ്റും ഡോണ്ടൊക്കെ ആഡ് ചെയ്യുക. ഡോണ്ട് ആഡ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. ഡസിൻ്റെ ആഡ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ ഒരു പതിവില്ലാത്ത കാര്യത്തിൻ്റെ കൂടെയാണല്ലോ. പതിവ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൂം ഡസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതില്ല എന്ന് പറയുമ്പോൾ ഡസിൻ്റും ഡോണ്ടും യൂസ് ചെയ്യുന്നു. ഇനി ഈ ഒരു പതിവ് അങ്ങനെ ചെയ്യാറേ ഇല്ല എന്ന് പറയുമ്പോഴേ നമുക്ക് ഈ ഡസിൻ്റെ പകരം അവിടെ നെവർ എന്നും യൂസ് ചെയ്ത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളാരും കൺഫ്യൂഷൻ വരണ്ട. സോ മീര നെവർ, അവിടെ ഡ്രിങ്ക് അല്ല വരേണ്ടത്. അവിടെ ആ ഡ്രിങ്കിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നെവർ ഡ്രിങ്ക്സ് ജ്യൂസ് ബിഫോർ എന്ന് പറയണം, ബിഫോർ സ്ലീപ്പിംഗ്. അതായത് ഞാനൊരു മീര സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറില്ല. സെയിം സെൻറ്റൻസ് ആണ്. നേരത്തെ പറഞ്ഞത് ജ്യൂസ് കുടിക്കാറില്ല ഉറങ്ങുന്നതിന് മുമ്പ് എന്നാണ്. ഇവിടെ നമുക്ക് ഇത് ഡസിൻ്റെ യൂസ് ചെയ്തൊന്നും പറയാൻ പറ്റും.
നെവർ യൂസ് ചെയ്തുകൊണ്ടും പറയാൻ പറ്റും. നെവർ യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊരു പതിവില്ലാത്തൊരു കാര്യം, ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം നമുക്ക് നെവർ യൂസ് ചെയ്തുകൊണ്ടും പറയാം കേട്ടോ. ഡസൻറ്റിൻ്റെ അതേ സെയിം ആണ് നെവർ എന്ന് യൂസ് ചെയ്യുമ്പോഴും. പക്ഷേ നെവർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെർബിന് എന്തായിരിക്കണം? എസ് ഉണ്ടായിരിക്കണം. ഡസൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എസ് പാടില്ല. ഓക്കെ, അപ്പോൾ ഡസൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളിത് കമൻറ്റിൽ അറിയിക്കണം. നെവർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം മീര നെവർ, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറേ ഇല്ല. ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഡസൻറ്റിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നെവർ എന്ന് യൂസ് ചെയ്യാം. കോൾസ്, അപ്പോൾ നമ്മുടെ വെർബിന് ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഡസൻറ്റ് ആണെങ്കിൽ അവിടെ കോൾ മതി. ഓക്കെ, അറിയില്ല എന്നാണ് മീ. അപ്പോൾ മീര നെവർ കോൾസ് മീ എപ്പോഴ്? ബിഫോർ, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലേ. അപ്പോൾ ബിഫോർ ഗോയിങ് ടു സ്കൂൾ, ബിഫോർ ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ നെവർ ആഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ഡസൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം എന്ന് ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ പതിവായിട്ടുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് മാറ്റിക്കൊണ്ടും ഞാൻ എന്ന സബ്ജക്റ്റ് ആയിക്കൊണ്ടും ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾക്ക് ലൈവ് എപ്പോഴാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഈ ഒരു സെൻറ്റൻസ് ഡസൻറ്റ് യൂസ് ചെയ്തുകൊണ്ടൊന്ന് കമൻറ്റ് അറിയിക്കുക. ശരി, താങ്ക് യു സോ മച്ച്.